എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4 മാസത്തിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും? ആ വീഡിയോ മുൻപ് ചെയ്തതാണ്. അപ്പം നേരിയ സാധ്യത UDF തന്നെയാണ്. എന്നാൽ ആര് മുഖ്യമന്ത്രിയാകും? അതൊരു കോൺട്രവേഴ്ഷ്യലായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. 3 പേരും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ആര് മുഖ്യമന്ത്രിയാവുന്ന ചോദ്യത്തിന് ഇവിടെ NDAക്ക് പ്രസക്തിയില്ല. കാര്യം അവർക്ക് കൂടിപ്പോയാൽ 6 സീറ്റിനപ്പുറം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഉള്ളത് UDF LDF ആണ്. നിലവിലെ സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരാനാണ് സാധ്യത കൂടുതൽ. നേരിയ സാധ്യത മാത്രമാണുള്ളത്. ഇപ്പോൾ 2010 UDF പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടായെങ്കിലും നേരിയ 2-3 സീറ്റിനാണ് അവർ അധികാരത്തിൽ വരികയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുകയും ചെയ്തത്. 2016 ആയപ്പോഴേക്കും LDF വൻ വിജയമാണ് ഉണ്ടായത്. അതിന് മുമ്പേ UDF അധികാരത്തിൽ വരുമെന്നൊരു സൂചന ഉണ്ടായി, അതായത് തുടർ ഭരണം, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ LDF വൻ നേട്ടമാണ് ഉണ്ടായത്. LDF തന്നെ അധികാരത്തിൽ വരികയും ചെയ്തു. 2021 ആയപ്പോഴേക്കും പിണറായി മന്ത്രിസഭ വീണ്ടും വിജയിക്കുകയാണ് ഉണ്ടായത്. 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും LDF വൻ നേട്ടം ഉണ്ടാക്കി. അതേപോലെ തന്നെ 2021 എത്തിയപ്പോഴേക്കും വീണ്ടും പിണറായി തന്നെ അധികാരത്തിലെത്തി. അദ്ദേഹം വീണ്ടും 2ാം തവണ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ EK നായനാണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. എന്നാൽ തുടർച്ചയായിട്ട് ഇദ്ദേഹത്തിന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. അതായത് പിണറായി വിജയൻ ഇപ്പോൾ ഏകദേശം 9 വർഷം കടന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് സാധ്യത? അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ച് നേരിയ തോതിൽ അല്ലെങ്കിൽ നേരിയ സാധ്യത UDF അപ്പോൾ നമുക്ക് കരുതാം UDF തന്നെ അധികാരത്തിൽ വരുമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി ആരാകും ചോദിച്ചാൽ ഏറ്റവും സാധ്യത അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം 2016 അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. എന്നാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. പിന്നീട് 2021 ആയപ്പോഴേക്കും VD സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2021 കഴിഞ്ഞു, 2026 പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം ഉണ്ടായെന്ന് കരുതുക. അപ്പോൾ മുൻപത്തെ പ്രതിപക്ഷ നേതാവാണ് ചെന്നിത്തല. അദ്ദേഹം മുൻപ് പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിന്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് പുതിയ പരിപാടികൾക്കൊക്കെ വരുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ സജീവമാണ്. ഒരുപാട് കാര്യങ്ങളിൽ, ജനകീയ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. അപ്പോൾ സാധ്യത കൂടുതൽ അദ്ദേഹത്തിന് തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസ് വിജയിക്കുമ്പോൾ ആ ഒരു പാറ്റേൺ നോക്കി അങ്ങനെ തന്നെയാണ്. ഇപ്പം കർണാടകയിൽ ഇപ്പോൾ DK ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് വിജയിച്ചതെങ്കിലും മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യയാണ്. ഇവിടെ സാധ്യത നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകയിലെ പോലെ രമേശ് ചെന്നിത്തല ഇവിടെ മുഖ്യമന്ത്രിയാകുകയും VD സതീശൻ ഉപമുഖ്യമന്ത്രിയാകുകയും ചെയ്യും. അങ്ങനെ സാധ്യതയ്ക്കാണ് ചാൻസ് കൂടുതൽ. അടുത്തത് രമേശ് ചെന്നിത്തല ആയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത VD സതീശൻ തന്നെയാണ്. കാര്യം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാണ് മുന്നണി നയിക്കുന്നത്. അദ്ദേഹത്തെ വെച്ചായിരിക്കും ഇനി തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്. മാത്രം ഉപതെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, മാത്രമല്ല പാർട്ടിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വാധീനം തന്നെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ സാധ്യത കൂടുതൽ. എന്നാൽ മാങ്കൂട്ടം വിഷയത്തിൽ അദ്ദേഹം ധീരമായ നിലപാടുകളാണ് എടുത്തത്. ആ ഒരു കാരണത്താൽ അദ്ദേഹത്തെ വെട്ടാൻ മറ്റ് നേതാക്കൾ തുനിഞ്ഞേക്കാം. അദ്ദേഹം ഒരു കർക്കശക്കാരനായ നേതാവാണ്. അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്തൊരു നേതാവാണ്. അത് ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആകുന്ന ഒരു പക്ഷേ കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് അല്ലെ അവിടുത്തെ നേതാക്കൾക്ക് താല്പര്യമുള്ള കാര്യം ആയിരിക്കുകയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് നല്ല സാധ്യത തന്നെയുണ്ട്. പിന്നെ സാധ്യതയുള്ള നേതാവാണ് KC വേണുഗോപാൽ. VD സതീശൻ രമേശ് ചെന്നിത്തല തർക്കമുണ്ടായാൽ ഒരുപക്ഷെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ കേന്ദ്രത്തിലുള്ള വലിയ പിടിവാർ, കൂടാതെ സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ എന്നിങ്ങനെ ഒരു വലിയൊരു നേതാവും കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളും കൂടിയാണ് KC വേണുഗോപാൽ. അപ്പോൾ കോൺഗ്രസിന് ഒരു വലിയ വിജയമുണ്ടായ ഒരുപക്ഷെ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ 3 പേർക്കാണ് സാധ്യത കൂടുതൽ. മറ്റാർക്കും കോൺഗ്രസ് ഇനി മുഖ്യമന്ത്രിയാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഈ 3 പേരാണ് ക്ലെയിം ചെയ്യുന്നത്. ശശി തരൂരിന് സാധ്യത ഉണ്ടായിരുന്നെങ്കിലും മാസ് വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാടും പിന്നെ കോൺഗ്രസിലെ ചില വിഷയങ്ങളിലെ അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുകയും അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വേദികളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ആ ഒരു കാരണത്താൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ മറ്റൊരു വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഈ ഒരു സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്
വലിയ സീറ്റ് അല്ലെങ്കിൽ 20-25 സീറ്റും ലഭിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ വിരളമാണ്. അടുത്തത്, ഇപ്പോൾ നേരിയ രീതിയിലാണ് LDF ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. അവരും വേണേൽ അധികാരത്തിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പേര് വരാൻ സാധ്യത വളരെ കുറവാണ്. പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ അടുത്ത സാധ്യതയുള്ളത് പിണറായി വിജയൻ തന്നെയാണ്. 10 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി. മാത്രമല്ല പാർട്ടിയിൽ ഇന്നും അദ്ദേഹം തന്നെയാണ് അജയൻ, ശക്തൻ, വലിയൊരു നേതാവ് അദ്ദേഹമാണ്. CPM മറ്റൊരു നേതാവിനെ എടുത്തു പറയുക അസാധ്യമാണ് ഈ ഒരു സമയത്ത്. പിണറായിക്ക് ശേഷം മറ്റൊരു നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് വലിയൊരു പ്രശ്നമായൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്തുക ഇച്ചിരി അസാധ്യമാണ്. പിന്നെ സാധ്യതയുള്ളതാണ് VN വാസവൻ. അദ്ദേഹം പിണറായി വിജയൻ്റെ വലം കൈയാണ്. അദ്ദേഹം പിണറായി വിജയൻ കഴിഞ്ഞാൽ ഒരു വലിയൊരു നേതാവും കൂടിയാണ്. മാത്രവുമല്ല അദ്ദേഹം ദേവസ്വം, സഹകരണം, ഫിഷറീസ് മന്ത്രി കൂടിയാണ്. പിന്നെ സാധ്യതകളാണ് PM മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മരുമോനാണ്. പൊതുമരാമത്ത് വകുപ്പ് എന്ന വലിയ വകുപ്പ് താരതമ്യേന ജൂനിയറായ അദ്ദേഹത്തിന് ലഭിച്ചു. ഇപ്പോൾ പാർട്ടിയിലെ ശക്തൻ സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കുടുംബാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രം PM മുഹമ്മദ് റിയാസ് അടുത്ത കേരള മുഖ്യമന്ത്രിയാകും.